കുറച്ച് മുരിങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കാമ്പെടുത്തൊന്ന് തോരൻ വെക്കാം. എനിക്കൊരാൾ തന്നതാണ് ഇത്. കുറേ ഉണ്ട്. അതിൻ്റെ കാമ്പെല്ലാം കൂടെ എടുത്ത് നമുക്ക് തോരൻ വെക്കാം. നമ്മളിതുവരെ വെച്ചിട്ടുണ്ടല്ലോ. എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ തന്നതാണ്. മുരിങ്ങക്കയുടെ കാമ്പെല്ലാം സ്പൂൺ വെച്ച് ചിരണ്ടി എടുത്തു. ഇനി നമുക്കത് തോരൻ വെക്കാം. ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി. കടുകിട, 2 വറ്റൽമുളക്, ഒരു ഉള്ളി, ഒരു കറിവേപ്പില, നമുക്ക് ഈ ഉള്ളി ഇതിലിട്ടങ്ങ് വരട്ടാം. രണ്ട് പച്ചമുളക് കൂടെ അങ്ങോട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരും. ഇത് മൂക്കുമ്പോഴത്തേക്ക് തേങ്ങയും ഇത്തിരി ജീരകവും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചുകൊണ്ട് വരും. വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ചതച്ച തേങ്ങയുടെ ഇതിലോട്ടങ്ങ് അത് ഒന്ന് ഇളക്കി കൊടുക്കും. ലേശം മഞ്ഞപ്പൊടി ഇട്ട് ഇതിലോട്ട് നമുക്ക് ആ മുരിങ്ങയൊക്കെ കീഴി വെച്ചത് ഇടാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെക്കാം. ഉപ്പ് കൂടെ ചേർക്കാം. അതിനകത്തോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് കഴുകി വെച്ചിരുന്നത് കുറച്ചേ ഉള്ളൂ. ഇത്തിരൂടെയൊക്കെ ഇട്ടാൽ നല്ലതാണ്. ഇത് നമുക്കൊന്ന് മൂടി വെക്കാം. ഇതൊന്ന് മൂടി വയ്ക്കുക. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കാതെ. നമുക്ക് അടപ്പൊന്നെടുത്ത് ചിക്കിയിടാം. പണ്ട് ഞങ്ങളുടെ അമ്മയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഈ മുരിങ്ങയുടെ കാമ്പെടുത്തിട്ട് പച്ചപ്പറങ്ങാണ്ടി കീറി ഇട്ട് തോരൻ വെക്കും. ഇപ്പോൾ ഇവിടെ പച്ചപ്പറങ്ങാണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ അണ്ടിപ്പരിപ്പ് മേടിച്ച് ചേർത്തത്. അടുപ്പ് ഓഫ് ചെയ്യാണ്. വാങ്ങി വെക്കാം. ഇത് നമ്മുടെ മുരിങ്ങക്കാത്തോരൻ റെഡിയായി. അടിപൊളിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ലതാണ്. അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് ഇടയ്ക്ക് അണ്ടിപ്പരിപ്പും കഴിക്കുക. ഇതാണ് നല്ല ടേസ്റ്റാണ്.